തൃശൂരിൽ വിയൂർ സെൻട്രൽ ജയിൽ ഉൾപ്പെടെ അതീവ സുരക്ഷാ മേഖലയിൽ ഡ്രോൺ പറത്തി. സ്വരാജ് റൗണ്ട്, വിയൂർ ജയിൽ, ഫയർഫോഴ്സ് അക്കാദമി, എഞ്ചിനീയറിംഗ് കോളേജ് എന്നിവിടങ്ങളിലാണ് പുലർച്ചെ ഡ്രോൺ പൊന്തി പറന്നത്. പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ശ്രീകുമാരൻ തൃശൂർ ചെയ്യുന്നു. ശ്രീത്ത്, വീട്ടിന്റെ മുറ്റത്തും ഡ്രോൺ പറത്തണമെങ്കിൽ പോലും പോലീസ് അനുമതി വേണമെന്നിരിക്കുകയാണ്. അതീവ സുരക്ഷാ മേഖലയിൽ ഒരു ഡ്രോൺ അങ്ങനെ ആരാരും അറിയാതെ വട്ടമിട്ട് പറന്നത്. ആരാണ് പിന്നിൽ, എന്താണ് ലക്ഷ്യം, അന്വേഷണം എവിടെ വരെയായി? പോലീസിന് ഡ്രോൺ പറത്തിയ ആളുകളെ കുറിച്ച് വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പക്ഷെ പോലീസ് അത് മാധ്യമങ്ങളുമായി പങ്കുവയ്ക്കുന്നില്ല. അവർ അന്വേഷണം തുടരുകയാണെന്നാണ് പറയുന്നത്. അതിൽ സുഹൈൽ പറഞ്ഞതുപോലെ തന്നെ വീടിന് മുറ്റത്ത് അല്ലെങ്കിൽ സ്വരാജ് റൗണ്ട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലൊക്കെ ഡ്രോൺ പറത്തണമെങ്കിൽ കർശനമായ കുറെ അധികം കടമ്പകൾ കടക്കേണ്ടതുണ്ട്, അനുമതി വേണം. അത് സിറ്റി പോലീസ് കമ്മീഷണറുടെ അനുമതി അടക്കം ആവശ്യമാണ്. അങ്ങനെയാണ് ഈ മേഖലയിലൊക്കെ തന്നെ പ്രത്യേക അനുമതി വാങ്ങി ഡ്രോൺ പറത്തുന്നത്. അതാണ് ഇന്ന് പുലർച്ചെ 3:30 മണിയോടുകൂടി ഇത്തരത്തിൽ ഡ്രോൺ പറത്തി എന്നാണ് പറയുന്നത്. അതിൽ 60 മീറ്റർ മാത്രം ദൂരത്തിൽ തൃശൂർ വിയ്യൂരിലെ അതീവ സുരക്ഷാ ജയിലിന്റെ മുകളിൽ പറത്തിയെന്നാണ് പറയുന്നത്. ഈ ഡ്രോൺ പറത്തിയെന്നാണ് പറയുന്നത്. ചില ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. അങ്ങനെയാണ് പോലീസിനെ ഈ വിവരം അറിയിക്കുന്നത്. എന്തായാലും അതീവ ഗുരുതരമായ സംഭവമാണ് നടന്നതെന്നാണ് രഹസ്യാന്വേഷണ റിപ്പോർട്ടുള്ളത്. എന്തായാലും പോലീസ് ഈ വിഷയത്തിൽ ഒരു നടപടി, എന്തിനാണ് ഇത്തരത്തിൽ ഡ്രോൺ പറത്തിയത്, ആരാണ് ഈ ഡ്രോൺ കൊണ്ടുവന്നത് എന്നതിനെ കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അത് പോലീസ് മാധ്യമങ്ങളുമായി പങ്കുവയ്ക്കുന്നില്ല. അന്വേഷണം തുടരുകയാണെന്നാണ് പറയുന്നത്. പക്ഷേ ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത്. സുഹൈൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.